ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 2.5% ഓഫ് 200 എങ്ങനെ 5 സെക്കൻഡിൽ ചെയ്യാം? പെർസെൻറ്റേജും 0 ക്യാൻസൽ ചെയ്യും. 2.5 ഇൻറ്റു 2 എത്ര? 5. ദിസ് ഇസ് ആൻസർ. ഇങ്ങനെയാണ് 5 സെക്കൻഡിൽ ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ 80% ഓഫ് 50% ഓഫ് 90? ഓക്കെ, ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, അപ്പോൾ അതാണ് ആൻസർ. അങ്ങനെയാണ് 5 സെക്കൻഡിൽ മാർക്ക് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് വന്നതെന്ന്. 80%, 80/100 ഇൻറ്റു 50%, 50/100 ഇൻറ്റു 90. ഓക്കെ, നോ നോക്ക്, ഈ 0 ഇതും ക്യാൻസൽ, 0 ക്യാൻസൽ. 50/100 എന്ന് പറയുമ്പോൾ 1/2 വരും. ഈ 2 8 4 വരും. 9 ഇൻറ്റു 4 36. ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് നോക്കിയത് 9ന്റെ മൾട്ടിപ്പിൾ നോക്കുക, ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക, 36 മാർക്ക് ചെയ്യുക. അതായത് ഇനി ഒരു വണ്ടർഫുൾ ട്രിക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു 9ന്റെ മൾട്ടിപ്പിൾ വെച്ച് ഏതൊരു സംഖ്യ മൾട്ടിപ്പിൾ ചെയ്യാൻ അതിന് ഡിജിറ്റൽ സമ്മ 9 ആയിരിക്കും. കാണിച്ചു തരാം. ഡിജിറ്റൽ സമ്മ 9 ഇൻറ്റു 1 ഇത് എത്ര? 9 തന്നെ. 9 ഇൻറ്റു 2 18. ഇനി 1 + 8 എത്ര? 1 + 8 9 ആണ്. 9 ഇൻറ്റു 3 എത്ര? 27. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ സമ്മ എത്ര? 9 തന്നെയാണ്. 9 ഇൻറ്റു 4 36. അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ സമ്മ എത്ര? 9 തന്നെയാണ്. റൈറ്റ്. അപ്പോൾ അതിനകത്ത് എന്താ? 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ ഏത് n നമ്പർ ആണെങ്കിലും അതിൽ കിട്ടുന്ന എം ജി കിട്ടുന്ന വിചാരിക്കുക. അപ്പോൾ m + g എത്രയായിരിക്കും? 9 ആയിരിക്കും. റൈറ്റ്. ഇനി നമ്മളിവിടെ 80%, 80/100 ഇൻറ്റു 50/100 ഇൻറ്റു 10 ഇൻറ്റു 9 ഇതിലെന്തായിരിക്കും? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഡിജിറ്റൽ സമ്മ് 9 കിട്ടണം. റൈറ്റ്. അങ്ങനെ ഇനി ഓപ്ഷണൽ ഇതുണ്ടോക്ക് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയില്ലേ എൻ, സപ്പോസ് ന്റെ ഡിജിറ്റൽ സമ്മ് എത്രയായിരിക്കണം? 9 ആയിരിക്കണം. ഇനി നോക്കി നോക്ക്, ഇവിടെ ഓപ്ഷനിൽ നോക്കി നോക്ക്. ഇതല്ല 3 + 6 ദാറ്റ് ഈസ് 9. അങ്ങനെ ആൻസർ 5 സെക്കൻഡിനുള്ള ആൻസർ കത്തിക്കാം. ഇനി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് ഇൻറ്റു ഈക്വൽ ടു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 24 ഇട്ട്, അപ്പോൾ ഇവിടെ 10 വരും. ഇനി ബാക്കിയുള്ള പെർസെൻറ്റേജ് താഴെയില്ലേ, ഈ പെർസെൻറ്റേജിൻ്റെ 100 രണ്ടും കൂടി കൊണ്ടുപോകാം. ഓക്കെ, 100 ഇൻറ്റു 100. ഓക്കെ, ഇത് എത്രയായിരിക്കും? എത്ര 0 ഉണ്ട്? ഇനി ഒരു 10ൻ്റെ ഇതില്ലേ, കുട്ടികളാ, എത്ര 0 ഉണ്ട്? 1 2 3 4 0 ഇല്ലേ? കാണിച്ചു തരാം എങ്ങനെയാണ്. ദാറ്റ് ഈസ് 10/100 ഇൻറ്റു 24/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 240. ഫസ്റ്റ് ഓഫ് ഓൾ 24 ഇത് 10 ആകും. ഇനി ഈ 10ഉം ഈ 10ഉം വെട്ടിക്കളാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 10 എത്ര 0? 1 2 3 4 0. ഓപ്ഷൻ എ. ഓക്കെ, ഇനി 80% ഓഫ് 350 ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും? 80% എന്ന് പറയുമ്പോൾ എത്ര? 4/5 അല്ലേ? 80% ഓഫ് 350 എത്ര? 4/5 ഇൻറ്റു 350. ഇനി 5 വെട്ടിപ്പോൾ 70, ദാറ്റ് ഈസ് 280. ഓക്കെ ഓക്കെ, ഇത് 280. ദിസ് ഇസ് 280. ഫസ്റ്റ് ഇത് 280. ഇനി എന്താ വേണ്ടേ? 35. നോക്ക്, 37.5%. റൈറ്റ്. നോക്ക്, 12.5% എത്ര? 1/8 അല്ലേ? ഇതെങ്ങനെ കിട്ടിയെന്നോ? 25% എത്ര? 1/4. ഇതെല്ലാവർക്കും അറിയാമല്ലേ? ബൈ ഹാഫ് ഈ രണ്ട് സൈഡിലും. ഇപ്പോൾ എത്രയായി? ബൈ ഹാഫ് ചെയ്യുമ്പോൾ ഇവിടെ 12.5 എന്ന് വരും, 12.5% എന്ന് വരും. ഇവിടെ എത്ര? 1/8 എന്ന് വരും. ഓക്കെ, ഇനി 25% ഇൻറ്റു 2. ഇനി ജസ്റ്റ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 1/4. ഇനി ഇൻറ്റു 3g ഇൻറ്റു 3 ദാറ്റ് ഈസ് 37.5% ആയില്ലേ? ദാറ്റ് ഈസ് ഇവിടെ 1/8 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 1/4 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ദാറ്റ് ഈസ് 1/8 ഇൻറ്റു 3 ചെയ്യണം. ദാറ്റ് ഈസ് 3/8 എന്ന് കിട്ടും. ഓക്കെ, 37%, 37.5% 3/8 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? 12.5% എത്ര? ദാറ്റ് ഈസ് 1/8. ഇനി നമുക്ക് 37.5 വേണ്ടേ? അപ്പോൾ ഇത് ഇൻറ്റു 3 ചെയ്താൽ മതി രണ്ട് സൈഡിലും. അപ്പോൾ ഇത് ഇത്രയും മാറും, 37.5% ആയി മാറും. ദാറ്റ് ഈസ് 3/8 ആയി മാറും. ഓക്കെ, ഇനി 3/8 ഓഫ് 160. റൈറ്റ്, ദിസ് ഇസ് 60. ഇനി 11% ഓഫ് 500 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജും 0 ക്യാൻസൽ. ദിസ് വിൽ ബി 55. ഓക്കെ, നൗ സിംപ്ലി ഇറ്റ് ഈസ് 280 മൈനസ് വിൽ ബി 115. ഇനി 10 - 5 5 തന്നെ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി അല്ല, ഡി അല്ല, ലാസ്റ്റ് 5 തന്നെ ആയിരിക്കുള്ളൂ. 275 ഇസ് ആൻസർ. ഈ ക്വസ്റ്റൻ ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. 18% ഓഫ് എ നമ്പർ എക്സ് എടുത്തു. 18% എന്താ? 9 ഇൻറ്റു
2% അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ 9 വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിജിറ്റിന് സംബന്ധത്തിലായിരിക്കും 9 തന്നെ ആയിരിക്കും. ഇനി ഓപ്ഷണൽ 9 ഉണ്ടെങ്കിൽ അത് വിട്ടാൽ ഇവിടെ നോക്ക് 7, 8, 9 ബിക്കോസ് 9 റിപ്പീറ്റ് ചെയ്യും, അത് കാരണം 9 വെട്ടിയ 9. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. വേറെ എവിടെയും 9 വരില്ല. കാരണം നോക്ക് ഇവിടെ 8, 9, 10, 11 1 + 1 ഇവിടെ 2 വരുന്നത്. ഇവിടെ നോക്ക് 7, 16, 18 1 + 8 9. ദിസ് ഇസ് ആൻസർ. ഇനി 9 ഉണ്ടെങ്കിൽ വെട്ടാം, കാരണം 9ൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് 9 ഉണ്ടെങ്കിൽ വെട്ടാം. 4 9 തന്നെ വരുള്ളൂ. കാരണം എന്താ 9ന് ശേഷം റിപ്പീറ്റ് ചെയ്തു, കാരണം 9 വെട്ടുന്നത് 9 ഏതെങ്കിലും ഓപ്ഷനിൽ 9 വെട്ടാം, എന്നിട്ട് കൗണ്ട് ചെയ്യുക, എന്നിട്ട് 9 എത്താം, അല്ലെങ്കിൽ ഡിജിറ്റ് സം എടുത്ത് 9 ആണ്, അത് ശരിയാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി നോക്ക് 8, 11, 13 1 + 3 4. അപ്പോൾ അതല്ല ആൻസർ. ഇവിടെ 7, 15, 17 1 + 7 8, അതുപോലെ ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. 2 സെക്കൻഡ് ആൻസർ കിട്ടി, അത് മതിയില്ലേ? 15% ഓഫ് എ ഈസ് ഈക്വൽ ടു 25% ഓഫ് ബി. ഓക്കെ, ഇവിടെ എത്ര 5 വെച്ചിട്ട് വേണം 3, ഇവിടെ വരുന്ന 5. ആൻസർ വിൽ ബി 5:3 ആയിരിക്കും. അതൊരു ഓപ്ഷൻ ബി. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്നോ പറയാം. ദാറ്റ് ഈസ് 15% ഓഫ് എ ഈക്വൽ ടു 25% ഓഫ് ബി. റൈറ്റ്, 100 ക്യാൻസൽ, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 5. ഇനി എ ബൈ ബി എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി 5:3. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കുന്ന വെച്ചല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ 1/20 = 1/40 എടുക്കുക. ഓക്കെ, ഇനി ഇവിടെ 1, 2 ആണല്ലോ, റേഷ്യോ എന്ന് പറയുമ്പോൾ 2:1 എന്ന് വരും. 2:1. ഇനി വാട്ട് പെർസെൻറ്റേജ് അല്ലേ? പക്ഷേ 1/20 ഈസ് വാട്ട് പെർസെൻറ്റേജ്, ഇതിൻ്റെ പെർസെൻറ്റേജിൽ എടുക്കണ്ടേ? ദാറ്റ് ഈസ് 2. ഇനി എന്ത് വെച്ച് കമ്പയർ ചെയ്യണ്ടേ? ഇത് വെച്ച്. അപ്പോൾ ദിസ് ഇസ് 1/1 × 100, ദാറ്റ് ഈസ് 200%. ഓപ്ഷൻ സി. ഓക്കെ, 0.002 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ്, ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? 0.002. 1000 വെച്ച് കമ്പയർ ചെയ്യേണ്ട ആൾ താഴെ, ഇൻറ്റു 100. ഓക്കെ, ഇപ്പോൾ എത്രയാവും? 0.2/0.12. എനിക്ക് വേണമെങ്കിൽ 2/12 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 1 ഓക്കെ, സോറി യാർ, 1.2. ഇനി 20/12 എഴുതിക്കോ. ദാറ്റ് ഈസ് 20/12 എഴുതിക്കോ. ദാറ്റ് ഈസ് 10/6 5/3. ഓക്കെ, 5/3%. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. നോക്കൂ, മഹേഷ് ആനുവൽ സാലറി ഇൻക്രീസ്ഡ് ഫ്രം 2 lakh to 2,40,000. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ്. റേഷ്യോ എടുക്കുക. 0 4 കട്ടി, ഇവിടെ 4 കട്ടി. ഇനി റേഷ്യോ ഇവിടെ 5:6. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്ര? 1. ഇതിനൊക്കെ കമ്പയർ 5 വെച്ച് ഇൻറ്റു 100, ദാറ്റ് വിൽ ബി 20%. ഞാൻ ഈ ക്വസ്റ്റൻ ഇങ്ങനെ സോൾവ് ചെയ്യാറ്. ദ പ്രൈസ് ഓഫ് ഇലക്ട്രിക് ബൈക്ക് വാസ് 1,25,000 ലാസ്റ്റ് ഇയർ. ദ പ്രൈസ് ഗോട്ട് ഡിക്രീസ് ബൈ 30%. വാട്ട് ഇസ് ദ പ്രൈസ് ദിസ് ഇയർ? നോക്ക്, 30% ഡിക്രീസ് എന്ന് വെച്ചാൽ 70% അല്ലേ? ദാറ്റ് ഈസ് 125. ഇനി പെർസെൻറ്റേജ് ആയ കാരണം 3 0 വെട്ടിപ്പോവും, 2 0 വെട്ടിപ്പോവും. ഓക്കെ, 0 × 70. അപ്പോൾ ആൻസറിൽ 2 0 വേണം. അപ്പോൾ 3 0 ഉള്ളതൊക്കെ തെറ്റാണ്. ഓക്കെ, 2 0 വേണം. എന്താ ആൻസർ? ഇത് സി വരും. നോക്ക് ഗൈസ്, 4/5 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ മാറിയിട്ട് 5/6 ആകുന്നു. ഓക്കെ, 4/5 മാറിയിട്ട് 5/6 ആകുന്നു. എന്താണ് പറയുന്നത്? ഹൗ മച്ച് പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഡൺ ഇൻ ദ ഫ്രാക്ഷൻ. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ. ദാറ്റ് വിൽ ബി 24:25. ഇനി എത്ര ചേഞ്ച് ഉണ്ട്? എത്ര ചേഞ്ച് വന്നു? 24 25 പോകാൻ എത്ര ചേഞ്ച് വന്നു? ദാറ്റ് ഈസ് എവിടെ ചേഞ്ച് വന്നു? എന്തിനു വെച്ച് കമ്പയർ ചെയ്യുന്ന? 24 × 100. ഓക്കെ, ഇതാണ് ആൻസർ. ഇറ്റ് വിൽ ബി 4.17. ഓപ്ഷൻ സി. ഓക്കെ, ഈ നമ്പർ ഇൻക്രീസസ് ബൈ 20% ആൻഡ് ഗീവ്സ് 240. നോക്ക്, എക്സ് ഒരു നമ്പർ ഉണ്ട്. 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 1 + 20/100 120/100 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 240. വെട്ടിക്കള. ദിസ് വിൽ ബി 2x വിൽ ബി 200. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നോക്കി ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മച്ച് ഇസ് 50% ഓഫ് 60 മോർ ദാൻ 30% ഓഫ് 40? ഇവിടെ പാനും പേപ്പർ തോന്നുന്ന ആവശ്യമില്ല. 50% ഓഫ് 60 എന്ന് പറയുമ്പോൾ 50%, 60% 30. മോർ ദാൻ 30% ഓഫ് 40. 30 പെർസെൻറ്റേജ് 2 0 വെട്ടിക്കളാം, അപ്പോൾ 12. അപ്പോൾ 30 - 12 18. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി. മനസ്സിലായില്ലേ? ദിസ് ഇസ് 50% ഓഫ് 30 എത്ര? ദാറ്റ് ഈസ് 60 × 50% എത്ര? 1/2. ഇത് എത്ര വരുന്നത്? ദാറ്റ് ഈസ് 30 വരുന്നുണ്ട്. അപ്പോൾ 30% എത്ര വരുന്നത്? 30% ഓഫ് 40. ഓക്കെ, 2 0 വെട്ടിക്കളാം, എത്ര വരുന്നത്? 12. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 18. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, 20% ഓഫ് എ നമ്പർ. 20% ഓഫ് എ നമ്പർ ഞാൻ ഡയറക്ട്ലി 1/5 എടുക്കുക. 20% ഓഫ് എ നമ്പർ ഈസ് 180 മോർ ദാൻ 20% ഓഫ് 2 0 വെട്ടിക്കളാം, പെർസെൻറ്റേജ് കളയാനായിട്ട്. ഇനി എന്താ വരുന്നത്? ദാറ്റ് വിൽ ബി 106. അപ്പോൾ ദാറ്റ് വിൽ ബി സിംപ്ലി 6
8 2 ഇൻറ്റു 5 ദിസ് വിൽ ബി എക്സിന്. സോ ഇവിടെ എത്ര വരും 3, ഇത് 40 43 4 10/4. ഓപ്ഷൻ ഡി. The value of 17.5 of 3 1/4 percentage of 33 1/3 percentage of 7,200 into ഇത് എത്ര 1/3 റൈറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ഇനി ഇതെത്ര 4/12 13/400. ഓക്കെ, പെർസെൻറ്റേജ് ഉള്ളതാണ് 400. ഇനി ഇതെത്ര ദിസ് വിൽ ബി 35/200 സെറ്റ് 35/200 ഇൻറ്റു ദിസ് വിൽ ബി 13/400. ഓക്കെ, നോക്ക് ഇത് ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ 35, എനിക്കിവിടെ ദിസ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 7 × 5 റൈറ്റ്. ഇനി ഓപ്ഷനിൽ ഏതാണോ ഒന്നിലേക്ക് 13ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, രണ്ടുള്ളതാണ് ആൻസർ. ഓക്കെ, ഫസ്റ്റ് വൺ 13ന്റെ മൾട്ടിപ്പിൾ ആണോ 65 പോവും, ബാക്കി 11 115 പോവും. 13 പോവില്ല, ഇത് പോവില്ല. ഇനി ഇവിടെ പോവോ, ഇവിടെയും പോവില്ല. ഇനി ഇവിടെ പോവോ, നോക്ക്, യെസ് ഇവിടെ പോവും, ഇതാണ് ആൻസർ. ഇനി ഇവിടെ പോവോ, ഇവിടെയും പോവില്ല. അപ്പോൾ ഒരു നമ്പർ മാത്രം 13 മൾട്ടിപ്പിൾ ആവും. അപ്പോൾ മാത്രം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാം. ഇത്രയധികം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ആൻസർ എന്താണ് ഗൈസ്? 1/5 പെർസെൻറ്റേജ് എത്ര? ദിസ് ഇസ് സിംപ്ലി 1/500. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Now guys, two numbers are respectively 20% less and 30% more than the third number. What is the ratio of the two numbers? 3 numbers ഉണ്ട്, 1 2 3. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമ്പർ ഈസ് 20% ലെസ് ദാൻ ദ തേർഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എത്ര? 20% ലെസ് ദാൻ ദ തേർഡ് നമ്പറിനെക്കാട്ടും 20% ലെസ്. ഓക്കെ, ലെസ്. ഇനി സെക്കൻഡ് നമ്പർ ഈസ് 30% മോർ, is 30% more than the third number. ഇനി എന്താ, എനിക്ക് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് നമ്പർ. സപ്പോസ് ഞാൻ അസ്യൂം ഇവിടെ തേർഡ് നമ്പർ 100 ആയെന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യും. ഇനി ഫസ്റ്റ് നമ്പർ 20% ലെസ് ആണ്, അതിൻ്റെ അർത്ഥത്തിൽ ഇവിടെ 80 ആയിട്ട് വരും. ഇനി സെക്കൻഡ് നമ്പർ 30% കൂടുതലാണ്, അപ്പോൾ നമ്പർ എത്ര 130 ആയിട്ട് വരും. അപ്പോൾ റേഷ്യോ എത്ര 80:130. അപ്പോൾ റേഷ്യോ എത്ര 8:13. അത് ഓപ്ഷൻ ഇ. If 930 is added to a number, then the number become 444 4/9 of itself. Then the original number is, നോക്ക്, 444 4/9 പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, ദാറ്റ് വിൽ ബി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ലേ, 400 + 44 4/9. ഓക്കെ, 400% + 44 4/9. 400% എന്താ 4 + 44 4/9 എന്താ 1/9 എന്താ ഗൈസ് 11.11. അപ്പോൾ 4/9 എന്താ right 44.44 right. So I can say 4 + 4/9, that will be 9/40. okay, ഇനി ഇത് കിട്ടിയില്ലേ, ഇത് കിട്ടിയില്ലേ 40/9. ഓപ്പോസിറ്റ്, ദിസ് ഇസ് 40/9. എന്താ പറഞ്ഞേക്കണത്? ഇഫ് 930 is added to a number x + 930, okay, then the number x become 40/9 of itself. So എനിക്ക് ഇവിടെ എന്താ 930 is just equal to x 40 - 9 എത്ര x into 31/9. okay, and this will be 30 and answer will be 9,270. okay, ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം, എൻ്റെ എക്സിനെ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് വിൽ ബി 40/9 - 1 എന്ന് വരും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ 137 എനിക്ക് സ്പ്ലിറ്റ് ആക്കി പറ്റും 100 + 37.5%. ആൻഡ് ദാറ്റ് ഈസ് 100% എന്ന് പറയുമ്പോൾ 1 + ഇതെത്ര ഞാൻ പറഞ്ഞു നോക്കൂ 1/8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 12.5. അപ്പോൾ 3/8 എന്ന് പറയുമ്പോഴാണ് 37.5 വരുന്നത്, 0.5% വരുന്നത്. 1 + 3/8 വരും. 1 + 3/8 ദാറ്റ് വിൽ ബി 8/11. ഇനി ഇവിടെ എത്ര ചേഞ്ച് വരാൻ നോക്കാം, ചേഞ്ച് വരുന്ന 3. നമുക്കൊരു സ്റ്റെപ്പ് കളയാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും x = 21 ഇൻറ്റു താഴത്തെ 8, ഇനി ബൈ ഡിഫറൻസ് /3. ഓക്കെ, ദാറ്റ് ഈസ് 56 ഇസ് ദ ആൻസർ. ഒരു സ്റ്റെപ്പ് കളഞ്ഞു, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നോക്ക്, ഇഫ് 21 is added to a number, സപ്പോസ് x ആണ് നമ്പർ, x + 21, then that number become
and that number become, that means x become this many times എന്ന് പറയുമ്പോൾ ഇത് എത്ര 11/8, right? 11/8 times. Okay, ഇനി 21 equal to subtract, that will be 3x by 11. Sorry, 3x by 8. Sorry, 3x by 8 വരും. ഇവിടെ x 7 ആകും and x equal to 7 into 8, that is 56. നോക്ക്, പേനും പേപ്പർ എടുക്കേണ്ടത്, ഇതിന് ആൻസർ 100 വരും. കാരണം നോക്ക്, ഇതെങ്ങനെ നോക്ക്, if the sum of 40%, 30% of a number is same as നോക്ക്, if the sum of 40% of a number and 30% of the same number is 70, then the number is, നോക്ക്, രണ്ട് സൈഡിൽ 70 വെട്ടിക്കളാം, ബാക്കിയുള്ള താഴത്തെ പെർസെൻറ്റേജിന് 100 ഇങ്ങോട്ട് ഇപ്പുറ സൈഡിൽ 100 ആണ് ആൻസർ. ഒരു നമ്പറിൻ്റെ 40%, 70% ആഡ് ചെയ്യും, ദാറ്റ് വിൽ ബി 70% ഈക്വൽ ടു 70. 70% എന്ന് പറയുമ്പോൾ 70/100 അല്ലേ? 70/100, റൈറ്റ്? വെട്ടിക്കള, x will be equal to 100, that's all. P salary is 30% of Q salary and Q salary is 20% of R salary. What percent of R salary is P salary? Okay. കൺവെൻഷണൽ മെത്തേഡ് എല്ലാവരും ഇക്വേറ്റ് ചെയ്ത് പി സാലറി ഈസ് 30% ഓഫ് ക്യൂ സാലറി ഒന്നും ചെയ്യണ്ട. നോക്ക്, ഞാൻ പറയാം. PQR, പി സാലറി ഈസ് 30% ഓഫ് ക്യൂ സാലറി. ക്യൂവിൻ്റെ സാലറി 30%, റൈറ്റ്? അതാണ് പിന്റെ സാലറി. ഇനി ക്യൂവിൻ്റെ സാലറിയോ ആറിൻ്റെ സാലറിയുടെ 20%. ഏറ്റവും അവസാനത്തെ ആളില്ലേ, അയാൾക്ക് 100 എന്ന് പറഞ്ഞാൽ അസ്യൂമി. ഓക്കെ, ഇനി ഇതിൻ്റെ ആറിൻ്റെ സാലറിയുടെ 20% ക്യൂവിൻ്റെ സാലറി. അപ്പം 100ൻ്റെ 20% എത്ര? 20. ഓക്കെ, ഇനി പിയുടെ സാലറി എന്ന് പറയുമ്പോൾ 30% ക്യൂവിൻ്റെ സാലറിയുടെ. 30% പറയുമ്പോൾ 30/100 into 20, രണ്ട് സൈഡിൽ 0 വെട്ടിപ്പോൾ ദാറ്റ് ഈസ് 22 into 3 എന്ന് പറയും 6R. ഇങ്ങനെ മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് 30/100 into 20 എടുക്കും. 0 വെട്ടിപ്പോൾ എത്ര ബാക്കിയുള്ള 3 into 2 6 നോക്കും. സെറ്റ്. ഇനി വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ആർ സാലറി ടു ദ പി സാലറി? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ആർ സാലറി? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ആർ സാലറി ഈസ് പി സാലറി? പി സാലറി is 6 and R salary is 100 into 100. That will be 6%. Option B. If a numerator of a number fraction is increased by 60%, numerator x, denominator y, numerator is increased by 60%, that is 160/100. And also denominator is also increased by 40%, that is 140/100. And the resultant fraction becomes 16/63. First of all, 100 get cancelled, 0 get cancelled. Now 16 വെട്ടിക്കള. അപ്പോൾ എക്സ് ബൈ വൈ എന്തായിരിക്കും ബാക്കി? 14/63. ഇനി 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/9. 2 ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. A man multiplies a number by 3/5 instead of 5/3. ഇതെന്താണ്? റോങ്, തെറ്റായിട്ട് ചെയ്തതാണ്. നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ, ഇത് റോങ്. ഓക്കെ, ഇതാണ് റൈറ്റ്, ശരിയായത് നമ്പർ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 5/3. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ നമ്പർ. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ചേഞ്ച് ബൈ ഒറിജിനൽ എന്ന് വെച്ചാൽ റൈറ്റ് ആയി നമ്പർ, ഒറിജിനൽ ഇൻറ്റു 100. ഇത് മാത്രം ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാം. ഇന്നൊക്കെ ഒരു ഫ്രാക്ഷൻ എടുക്കുക. ഇവിടെ റൈറ്റ് ബൈ റോങ് ഫ്രാക്ഷൻ എടുക്കുക. റൈറ്റ് എത്ര? 5/3. റോങ് എത്ര? 3/5. ക്രോസ് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് 25/9. ഇനി എത്ര ചേഞ്ച് വന്നേ? 16. അപ്പോൾ ഒറിജിനൽ നമ്പർ എത്ര? 25 into 100. That will be into 4. That will be 64 will be the answer. 64 is the answer, guys. Option B is the right answer. If man multiplied a number by 38/5, that's wrong. Instead of the wrong, the right. Okay. Right by wrong in edukka. That is, right is 5/8 and the wrong is 8/5. In cross multiply, that will be 25:64. In change എത്ര വന്നേ? ആൻസർ എന്ന് പറയുമ്പോൾ 39 into 4. 39 വരാം മനസ്സിൽ നമ്മുടെ 39 into 4. ദാറ്റ് വിൽ ബി 6 വെച്ച് അവസാനിക്കും 156 ആണ് ആൻസർ. നോക്കി എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എറർ. ഓക്കെ, എറർ എത്രയായിരുന്നു? 39 ആയിരുന്നു. ഒറിജിനൽ നമ്പർ എത്ര? 25 into 100. വെട്ടിക്കള 4 ആയി ഇവിടെ. ദാറ്റ് വിൽ ബി 156. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക ഗൈസ്? നിങ്ങൾ A's income is 25% more than income of B. Income of B is how much percentage less than income of A? ഏറ്റവും എളുപ്പമായ ഒരു മെത്തേഡ് ഉണ്ട്. നോക്ക്, A's income is 25% more than B. ഓക്കെ, അപ്പോൾ എത്ര? 25% എന്ന് പറയുന്നത് 1/4. ഇനി ബിന്റെ ഇൻകം എയിനെക്കാട്ടും എത്ര കുറവെന്നല്ല ചോദിക്കുന്നത്.
അല്ലേ? നോക്ക്, ഇനി ബീൻ്റെ ഇങ്ങനെ എത്ര കുറവെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂമറേറ്റർ എന്താണോ അതന്നെ എഴുതാം, 4 എഴുതാം. ഇനി ഇവിടെ പ്ലസ് അല്ലേ, 1 + 4 അത് ഡിനോമിനേറ്ററില്ല 5. ഇത്ര ഡിക്രീസ് ആയിരിക്കും. ഡിക്രീസ് എത്ര? 20%. ദാറ്റ് ഇസ് ആൻസർ. 1/5 എത്ര? 20%. അതാണ് സിമ്പിൾ റൂൾ. എ 25% ബിനെക്കാട്ടും കൂടുതലാണ് എങ്കിൽ ബി എനെക്കാട്ടും എത്രയാണ് കുറവെന്നാണ് ചോദിക്കുന്നത്. കുറവ് കണ്ടുപിടിക്കാനായിട്ട് 1/4 ഇല്ലേ, റൈറ്റ്? 25% 1/4 പ്ലസ് അല്ല, ഇവിടെ ന്യൂമറേറ്റർ സെയിം ആയിട്ട് എഴുതാം. ഡിനോമിനേറ്റർ എഴുതുമ്പോൾ 1 + 4 ദാറ്റ് വിൽ 5. ഇവിടെ ഡിക്രീസ് വന്നിട്ടുണ്ടെങ്കിലോ 4 - 1 3 വന്ന് തന്നെ, 1/3 വന്ന് തന്നെ, 33 വന്ന് തന്നെ, 33.33% വന്ന് തന്നെ. മോഹൻസ് ഇൻകം ഈസ് 40% മോർ ദാൻ ഷ്യാംസ് ഇൻകം. 40% കൂടുതൽ. 40% എന്താ ഗൈസ്? ദിസ് ഇസ് 2/5. 2/5% കൂടുതലാണ് ഷ്യാമിനെക്കാട്ടും. ഇനി ഷ്യാമിന്റെ ഇൻകം എത്ര കുറവാണ് മോഹന്റെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ന്യൂമറേറ്റർ അതേപോലെ തന്നെ വെക്കാൻ. ന്യൂമറേറ്റർ അതേപോലെ തന്നെ വെച്ചു. ഇനി എന്താണ് 2 + 5. ഇവിടെ എന്താ ഡിക്രീസ് അല്ല, ഇവിടെ ഇൻക്രീസ് ആണെച്ചാൽ ഇവിടെ ഡിക്രീസ് വരണ്ടേ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് 2 + 5 ദാറ്റ് ഈസ് 7. by 7. What is the answer, guys? 1/7 എന്ന് പറയുമ്പോൾ 14.28. 1/7 is 14.28. അപ്പോൾ 2/7 എന്ന് പറയുമ്പോൾ that will be 28.56. What is 28.56? 1/7 എത്ര? 14. That is equal to 14 2/7. രണ്ട് സൈഡിലും ഇൻറ്റു 2 മൾട്ടിപ്ലൈ. ഇനി 2/7 എത്ര ആയിരിക്കും? That will be 28.4/7. 4/7. 28/4/7 is the right answer. ഞാൻ റിവൈസ് ചെയ്ത് തരണോ ഈ ഇതൊക്കെ? നോക്ക്, ബേസിക് കോൺസെപ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് തരാം. ദാറ്റ് ഈസ് ഇവിടെ ഫ്രാക്ഷൻ, ഇവിടെ പെർസെൻറ്റേജ്. ഓക്കെ ഓക്കെ 1 എത്ര? 100%. ഓക്കെ, ഇനി 1/2 എടുത്താലോ 50%. ഓക്കെ, 1/3 എടുത്താലോ 33.33%. ഇനി 33.33% ചെയ്യുന്നതിനെക്കാട്ടിൽ 33 1/3% എഴുതിക്കോ. ഇനി 1/4 എടുത്താലോ? 1/4 എടുത്തിട്ടുണ്ടെങ്കിൽ 25%. ഇനി 1/5 എടുത്താലോ? ദാറ്റ് വിൽ ബി 20%. ഇനി 1/6 എടുത്താലോ? 1/3യുടെ എക്സാക്ട് ഹാഫ്, ദാറ്റ് വിൽ ബി 16.66 എന്ന് വരും. 16.66 എനിക്ക് 16 2/3 എന്ന് എഴുതാം. ഇനി 1/7 എടുത്താലോ? ദാറ്റ് വിൽ ബി 14 2/7. ഓക്കെ, 14.44 വരും. അല്ല സോറി, 14. ഇപ്പം നമ്മൾ കണ്ടു 14.28 എന്ന് വരും. അതാണ് 14 2/7. ഓക്കെ, ഇനി 1/8 എടുത്താലോ? ദാറ്റ് വിൽ ബി 12.5%. ഓക്കെ, നോ 1/9 എടുത്താലോ? 11.11%. അഥവാ 11/1/9 എടുക്കാം. 11/1/9 എടുത്താൽ അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11.11% എടുത്താം. ഓക്കെ, ഇനി 1/10 എത്ര? ഒബ്വിയസ്ലി 10%. ഇനി 1/11 എത്ര ഗൈസ്? 9.09. ഇനി 1/11 എത്ര വരാ ഗൈസ്? 1/11 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 9.09%. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 9 1/11%. അതുപോലെ 1/12 എത്ര വരാ ഗൈസ്? ദാറ്റ് വിൽ ബി 1/12 എത്ര വരാ? ദാറ്റ് വിൽ ബി 8.33%. That will be 8 1/3%. ഓക്കെ, 1/13 എത്രയാണ് ഗൈസ്? 1/13 വരാൻ പോകുന്നത് 7.69%. That will be 7 9/13%. Okay, so 1/14 will be equal to, that will be 7.14%. And that is also equal to 7 1/7. Okay, 1/15 will be equal to 6.667%. That will be equal to 6 2/3. ഇതുവരെ നന്നായിരുന്നു പഠിച്ചതെല്ലാം. ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കി, A's income is 20% more than B and B earns 50,000. And what percentage less than B's income than E? ഇവിടെ നോക്ക്, ഡാറ്റയുടെ ആവശ്യമില്ല, ഇത് വെറുതെയാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് പെർസെൻറ്റേജ് പിടിച്ചാൽ മതി. 20% എന്ന് പറയുമ്പോൾ എന്താ? 1/5. നമ്മൾ മോർ എന്ന് പറഞ്ഞേക്കണം, പ്ലസ് ആ വേണ്ടേ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? മറ്റേ ബീൻ്റെ എത്ര ആയിരിക്കും കുറവ്? മൈനസ് വെച്ച് കൊടുക്കുക. ഇനി 5 + 1 ഇടാം. 5 + 1 6. ഇത്ര കുറവായിരിക്കും. ആൻസർ എത്ര? 1/6 16.66%. ദാറ്റ് ഈസ് 16 2/3%. ഓക്കെ, ഇനി റേഷ്യോ മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. A B നോക്ക്, A's income is 20% more than B's. എൻ്റെ 20% കൂടുതലാണ് ബീനെക്കാട്ടും. 1/5 ബീനെക്കാട്ടും കൂടുതൽ. B 5 ആണെച്ചാൽ എന്തായിരിക്കും? 6. ഇനി വാട്ട് പെർസെൻറ്റേജ്
is B's income than A? Okay, by what percentage less is B's income than A? ഓക്കെ, എനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബീൻ്റെ ഇൻകം എത്ര കുറവെന്ന്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്ര? 1. എനെ വെച്ച് കമ്പയർ ചെയ്യും 6 into 100 ദാറ്റ് ഈസ് 16.66. ഇതിനെക്കാട്ടും നല്ലല്ല മറ്റേ മെത്തേഡ്. അഞ്ച് എളുപ്പത്തിൽ എഴുതാം. ലൈക്ക് 20% എത്ര? 1/5. ഇവിടെ പ്ലസ് ആണ്, ഇൻക്രീസ് ആണ്. ഇവിടെ വരെ ഡിക്രീസ് വരും. 1 സെയിം ആയി വയ്ക്കുക. 1 + 5 6 വരും. അത് കിട്ടി, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ലെസ് ബേസ് സ്റ്റഫ് വന്നു. ഇഫ് മാർക്ക് ഓഫ് കെജ്രിവാൾ ഇസ് 33.33%, ദാറ്റ് ഈസ് 1/3. ഓക്കെ, 1/3 ലെസ് ദാൻ യോഗി. ദെൻ മാർക്ക് ഓഫ് യോഗി ഇസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ കെജ്രിവാൾ? കെജ്രിവാളിന് 1/3 ലെസ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നോക്കി 1. ഓക്കെ, ഇനി 3 - 1 2 വരും. ഇവിടെ എന്താ വരാം? ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ്. ആൻസർ എത്ര? 50%. Age of Radhima is 20 years. If age of Karim is 25% greater than Radhima, then how much percentage? 25% greater than ഡാറ്റ വെറും ആവശ്യമില്ലാത്ത നമ്മളൊക്കെ. 1/4 കൂടുതലാണ്. മറ്റേതിന് എത്രയും കുറവാവാ? 1/4 + 1 5. ദാറ്റ് ഈസ് 20%. ആൻസർ ഖത്തം. By what percentage should a racer increase the speed to reduce the time? നോക്ക് guys, a speed equal to distance by time അല്ലേ? നോക്ക്, സ്പീഡ് കൂട്ടിയാൽ ടൈം കുറയും. അപ്പം നമ്മുടെ മറ്റേ രീതി ഉപയോഗിക്കല്ലോ. ഇവിടെ സ്പീഡ് ഇവിടെ 25% ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റേ രീതി ഉപയോഗിക്കാം. നമ്മുടെ റൂൾ ഉപയോഗിക്കാം, നമ്മുടെ സ്റ്റെപ്പ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് -25% 1/4. പിന്നെ സ്പീഡ് എത്ര കൂട്ടണം? ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ സെയിം ആയിട്ട് പോയി. ദാറ്റ് വിൽ ബി 1. ഇനി ന്യൂമറേറ്റർ ദാറ്റ് വിൽ ബി ന്യൂമറേറ്റർ സെയിം ആയിട്ട്. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ 4 - 1 ദാറ്റ് വിൽ ബി 3. ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ്. ദാറ്റ് വിൽ ബി 33.33%. കൈസ് അവിടെ യൂസ് ചെയ്യാൻ കാരണം എന്താ അറിയോ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. ഓക്കെ, സ്പീഡ് കൂടിയാൽ ടൈം ഒബ്വിയസ്ലി കുറയണം. അതുപോലെ ടൈം കൂടിയാൽ സ്പീഡ് ഒബ്വിയസ്ലി ആയിട്ട് കുറയണം. ഓക്കെ, സോ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ, സോ അത് കാരണമാണ് നമ്മൾ അവിടെ ഈ റൂൾ ഉപയോഗിച്ചത്. അതേപോലെ നമുക്ക് ലൈക്ക് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻടു കൺസപ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. ദ സെയിം റൂൾ. ഓക്കെ, A salary 16% more than B salary. Okay, then what percentage B salary less than? Okay, 16%, 16/100 അല്ലേ guys? That is also equal to 4/25. എത്ര കൂടുതൽ? ഇനി മറ്റേതിനത്ര കുറവ് വെച്ചാൽ മൈനസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ന്യൂമറേറ്റർ സെയിം ആയിട്ട് എഴുത്. ഇനി 25 + 4 ദാറ്റ് വിൽ ബി 29. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു 100 ഇത് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, if the side of a square is increased by 10%, okay, then find the increase in its perimeter and diagonal. നോക്ക്, സ്ക്വയറിൻ്റെ സപ്പോസ് ഇതാണ് സ്ക്വയർ. ഓക്കെ, സ്ക്വയറിൻ്റെ സൈഡ് A. ഓക്കെ, പെരിമീറ്റർ എന്താണ് ഗൈസ്? പെരിമീറ്റർ ഈക്വൽ ടു 4 × A. ഡയഗണൽ എന്താണ് ഗൈസ്? ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് √2 × A. റൈറ്റ്? അപ്പോൾ രണ്ട് കേസിലും അതെ, പെരിമീറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ് ആൻഡ് ഡയഗണൽ ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ്. ഇനി സൈഡ് 10% ഇൻക്രീസ് ആയാൽ ഒബ്വിയസ്ലി പെരിമീറ്ററും 10% ഇൻക്രീസ് ചെയ്യും, ഡയഗണലും 10% ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Okay, if the side of a square is increased by 5%, then the percentage increase in its area will be AB rule ഉപയോഗിക്കാറ്. റൈറ്റ്? സ്ക്വയർ നോക്ക്, ഇതാണ് സ്ക്വയർ. ഓക്കെ, സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് ഗൈസ്? A സ്ക്വയർ. A × A രണ്ട് പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുന്നല്ലേ? ഒരു സൈഡ് A × A സ്ക്വയർ. അപ്പോൾ ഇൻക്രീസ്, അപ്പോൾ നമുക്ക് AB റൂൾ ഉപയോഗിക്കാം. If the side of the square is increased by 5%, then the percentage increase in its area will be, നോക്ക്, സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് ഗൈസ്? A സ്ക്വയർ. ഇപ്പോൾ രണ്ട് തവണ ഇൻക്രീസ് ചെയ്യുന്നത് A രണ്ട് തവണ ഇൻക്രീസ്. നമുക്ക് AB റൂൾ ഉപയോഗിക്കാം. AB റൂൾ എന്താ പറയുന്നത്? സപ്പോസ് നോക്ക്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഇൻക്രീസ്. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര എയിൽ ഇൻക്രീസ് ചെയ്യുന്നു, എത്ര ബിയിൽ ഇൻക്രീസ് ചെയ്യുന്നു, പ്ലസ് AB/100. ഈ ഒരു കേസിൽ എയും ബിയും സെയിം ആണ്. അപ്പോൾ എന്താ വരാ? അപ്പോൾ എന്താണ് വരേണ്ടത്? 5%. എയും ബിയും സെയിം ആണ്. ദാറ്റ് വിൽ ബി 5% + 5% + 5 × 5 25/100. ദാറ്റ് വിൽ ബി 10.25. ഓപ്ഷൻ എ is the right answer. If the length of the rectangle is increased by 12%, okay, and also breadth is decreased by 8%, then net effect on its area. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? L × B. ഇവിടെ എന്തായിരിക്കും? നോക്ക്, ലെങ്ത് കൂടുന്നു, പെർസെൻറ്റേജ് ചേഞ്ച് പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു L%. മൈനസ് വേണം ഗൈസ്, കാരണം എന്തുകൊണ്ടാണ്? ഡിക്രീസ് ആവുക ചെയ്യുന്നത്. -L
LB by 100. ഇത് ചെയ്ത് നോക്ക്, ഇതിലിട്ട് നോക്കി അപ്പോൾ കിട്ടും ആൻസർ. ദാറ്റ് വിൽ ബി ഇൻക്രീസ് വിൽ ബി 12% മൈനസ് ഡിക്രീസ് എത്രയാണ് 8, റൈറ്റ്? ഡിക്രീസ് ഇസ് 8 minus 12 into 8 by 100. Okay, that will be 4 minus 0.48. Okay, ഇനി ആൻസർ പ്ലസ്സിൽ 3.04 എന്ന് വരും, അത് പ്ലസ്സിലാണ് വരുന്നത്, റൈറ്റ്? അപ്പോൾ ദാറ്റ് ഇസ് ദിസ് ആൻസർ. ആൻഡ് ദാറ്റ് വിൽ ബി 4 minus 0.96. ഓക്കെ, ദാറ്റ് വിൽ ബി 3.04. ഇൻക്രീസ് ആയി, ഇവിടെ പ്ലസ് സൈനാണ് വരുന്നത്, അപ്പോൾ ഇൻക്രീസ് ആകേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഇനി പ്ലസ്സിൽ വന്നുകൊണ്ട് മാത്രമാണ് ഇൻക്രീസ്, മൈനസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിക്രീസ് ആയതിനെ. നോക്ക്, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ are made to increase and decrease by 8% and 10%. What is the percentage increase or decrease in its area? നോക്ക്, ലെങ്ത് ഇൻക്രീസ് ആവുന്നു, ബ്രെഡ്ത്ത് ഡിക്രീസ് ആവുന്നു, അതേ സംഭവം തന്നെ ചെയ്യും. 8 മൈനസ് ഡിക്രീസ് ആവുന്നു, മൈനസ് വെച്ച്. ഇനി മൈനസ് 8 into 10 by 100, 0 get cancel, that will be minus 2. ഇവിടെ മൈനസ് 2 വരുന്നുണ്ട് കേട്ടോ, നോക്കും. അതുകൊണ്ട് മൈനസ് 0.8, and that will be decreased by minus 2.8. Decreased by 2.8. D is the right answer. Okay, in a rectangle, if the length is increased by 20% and breadth is decreased by 20%, then what is the percentage change in its area? അതേ സംഭവം തന്നെ ചെയ്യും. That is 20 minus 20 minus 20 into 20 by 100. 0 get cancel. ഇവിടെ 0 എന്ന് വരും, ഇവിടെ minus 4 എന്ന് വരും. അപ്പോൾ ആൻസർ -4 എന്ന് വരും. ദാറ്റ്സ് എ ഡിക്രീസ് ബൈ 4% is the right answer. Look, radius of a circle is increased by 300%. And what will be its increase in area? The percentage increase in area. Okay, so then 300 plus 300 600 ആവും. 600 plus 300 into 300 by 100. 0 get cancelled. 1500 is the answer. എങ്ങനെയാണ് ആൻസർ? That is 300 plus 300 into plus 300 into 300 by 100. Okay, now it is 600 plus 900, that is 1500. Okay, C is the right answer. PSA of a hemisphere എന്താണ് guys? ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും പറഞ്ഞുതരാം. ദാറ്റ് ഈസ് നോക്ക് 3 pi r². അപ്പോൾ എന്താണ്? TSA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r². ഇനി LSA എന്താ? LSA that is equal to 2 pi r². അപ്പോൾ LSA ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r². അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ചിൽ കണ്ടുപിടിക്കേണ്ടത്. നോ, അതേ ഫോർമുല ഉപയോഗിക്കി 19% plus 19% plus 19 into 19. ഓക്കെ, percentage by 100. ഓക്കെ, ഇത് ഉപയോഗിക്കും. Thus increase of 41.61%. That is option A. Okay, the base of a triangle is increased by 40%. By what percentage should its height be increased so that the area must be increased by 60%? Area എന്താണ് guys? Half into base into height അല്ലേ? Okay, that is fine. അപ്പോൾ നമുക്ക് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു B into H എന്ന് പറയാം. ഓക്കെ, സോ ഹിയർ സക്സസീവ് ചേഞ്ചിൻ്റെ റിസൾട്ട് വരുന്നത് that will be equal to 60%. Area is increased by 60% is equal to breadth in base change. Base is increased by 40%. Okay, in H കണ്ടുപിടിക്കണം. Plus H plus 40 into H by 100. Okay, ഇവിടെ ഇത് പുറത്തേക്ക് കിടക്കുമ്പോൾ that will be 20% minus ഇവിടുന്ന് H പുറത്തേക്ക് എടുക്കുക. That will be 1 plus 4 by 10. Okay, and H will be equal to 20 into 10 by 14. Okay, that will be 200 by 14%. അപ്പോൾ 14.29% increase എന്ന് വരും. ഏത് ഓപ്ഷൻ? 14.29 C. ഗൈസ്, നോർമൽ പെർസെൻറ്റേജ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഈ മെത്തേഡ്, സക്സസീവ് മെത്തേഡ് A + B+, അത് ഉപയോഗിച്ചാൽ പേര് സക്സസീവ് മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. ഇനി ഇങ്ങനെ ദാറ്റ് ഈസ് ഫ്രാക്ഷൻ രൂപത്തിൽ തരാൻ വെച്ചാൽ രണ്ടാമത്തെ മെത്തേഡ്, മുമ്പത്തെ മെത്തേഡ് സക്സസീവ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാം. ഗൈസ്, ഇങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് റേഷ്യോ മെത്തേഡ്. 33 1/3% എത്രയാണ് ഗൈസ്? 1/3. ഇതെന്താണ്? ഇൻക്രീസ് ആയിട്ട് ചെയ്യുന്നത്, ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി 16 2/3 എന്താണ് ഗൈസ്? 16.66. ഞാൻ പറഞ്ഞു 33ന്റെ ഹാഫ് എടുത്താൽ വരുന്നതാണ് 16.66. അപ്പോൾ എന്താണ്? 1/6%. ഇവിടെ എന്താ? ഡിക്രീസ് ആണ് ഗൈസ്, ഡിക്രീസ് ആണ്. കെയർഫുൾ ആകാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ എഴുതാം. ഇനി നോക്ക്, നമ്മുടെ ബേസ് ഇൻക്രീസ് ആയി ചെയ്യുന്നത്,
ഓക്കെ, ബേസ് ഇൻക്രീസ് 3 എന്ന് പറഞ്ഞൊരു വാല്യൂ 4 ആകുന്നു. ബേസ് 3 എന്ന് പറഞ്ഞൊരു വാല്യൂ 4 ആകുന്നു. ഇനി നമ്മുടെ ഇതെന്ത് ചെയ്യണേ, ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു. 6 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 6 ഒന്നായി ഡിക്രീസ് ചെയ്യുന്നു, അപ്പോൾ 5 ആകും. ഓക്കെ, 6 എന്ന് പറഞ്ഞൊരു വാല്യൂ 5 ആകും. അപ്പോൾ എത്ര ചേഞ്ച് വരുന്നത് നോക്കിയപ്പോൾ ഓൾഡ് എന്ന് പറയുമ്പോൾ ഓൾഡ് ഇസ് ടു ന്യൂ റേഷ്യോ എത്ര നോക്കട്ടെ, ആർ. ഓക്കെ ഓക്കെ, ദിസ് വിൽ ബി 18 ഇസ് ടു 20. അപ്പോൾ എത്ര ചേഞ്ച് വരുന്നത്, ഈ റേഷ്യോ നമുക്ക് ചെറുതാക്കാം. ദാറ്റ് ഈസ് 9 ഇസ് ടു 10. ഓക്കെ, ഇനി ചേഞ്ച് വരുന്നത് എത്ര, 1/9. 1/9 എന്ന് പറയുമ്പോൾ എത്ര ഗൈസ്, 11.11%. 11.11% എത്ര ഗൈസ്, ദാറ്റ് ഈസ് 11 1/9. ഓക്കെ, അത്ര പെർസെൻറ്റേജ് ചേഞ്ച്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഇനി ബേസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ, എത്ര ഇൻക്രീസ് ചെയ്യുന്നു, 1/6 ഇൻക്രീസ് ചെയ്യുന്നു. എത്ര ഡിക്രീസ് ചെയ്യുന്ന ഹൈറ്റ്, -1/3 ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ഓൾഡ് ഇസ് ടു ന്യൂ. ഇനി നോക്ക്, ബേസ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുന്ന 6 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 7ലോട്ട് പോകുന്നു. ഇനി ഹൈറ്റ് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുന്ന 3 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 2ലോട്ട് പോകുന്നു. അപ്പോൾ എത്ര മാറ്റം നോക്ക്, ദാറ്റ് വിൽ ബി 6 12 18 ഇസ് ടു 14. ഇതിനെ ചെറുതാക്ക്, ദാറ്റ് ഈസ് 9 ഇസ് ടു 7. ദാറ്റ് ഈസ് 2 ഇസ് ടു 9 ഇൻറ്റു 100%. എത്ര വരെ നോക്ക്, 1/9 വരുന്നത് 11 1/9 ആണ്, 1/11 ആണ്. സോറി, 11 1/11. സോറി 11 1/9 വരുന്നത്. ഇനി 2/9 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 22 2/9%. 2/9%, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ മെത്തേഡിലൂടെ ചെയ്യാം. നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇനി ഏരിയ ഇൻക്രീസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്, ഏരിയ ഇൻക്രീസ് ബൈ 60%. അപ്പോൾ ഇവിടെ 160% എന്നിടാം. ഇനി ദിസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റേറ്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ബേസ് ഓഫ് ട്രയാങ്കിൾ ഇസ് ഇൻക്രീസ് ബൈ 40%. ബേസ് 40% വെച്ചാൽ 140% ഇടാം. ഇനി ഹൈറ്റ് എത്ര ഇൻക്രീസ് ചെയ്യണമെന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി ഇവർ രണ്ടുപേരും ഡിഫറൻസ്, ദാറ്റ് ഈസ് 20/140 into 100. That will be simply, okay, 0 get cancelled. That will be 1/7. 1/7 എന്താണ് guys, 14.28%, right? That is 14.29. That is the answer. ഇങ്ങനെയും ചെയ്യാം. ഇതാണ് നല്ല മെത്തേഡ്, കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ്. ഇനി നോക്ക്, ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 50%. ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 50%. ഏരിയ ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ 20%. ഓക്കെ, അപ്പോൾ the effect on its breadth. നോക്ക്, ഞാൻ പറഞ്ഞല്ലോ ഏരിയ ഈക്വൽ ടു റെക്ടാങ്കിൾ അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി ഏരിയ ഇൻക്രീസ് ചെയ്യണം 20%, അവിടെ 120% എന്ന് എഴുതുക. ഇനി ലെങ്ത് ഇൻക്രീസ് ചെയ്യണം 50%, ഇവിടെ 150% എഴുതുക. ഇനി ലെങ്ത്തിലെ ചേഞ്ച് എന്നല്ല വിഷയം, ഇനി ബ്രെഡ്ത്തിലെ ചേഞ്ച്. ബ്രെഡ്ത്തിലെ ചേഞ്ച് ഇവർ തമ്മിലുള്ള വ്യത്യാസം ദാറ്റ് ഈസ് 30. ദാറ്റ് ഈസ് 30/150 ഇൻറ്റു 100. ഓക്കെ, ഇനി ഇവിടെ 5 10 15, 5 10 20, 3 get cancelled. That is 20%. Okay, 20% answer option A. If the price of petrol increased by 19% and Sunita intend to spend only an additional 12% on petrol, by what percentage should she reduce the quantity of the petrol purchased? Okay, price into consumption and expenditure. In the price of the petrol increased by 19%. Price എത്രയാണ്, 19% ആയി ഇൻക്രീസ് ചെയ്തു. എന്തൊക്കെ പറയുന്നത്, സുനിത intended to spend only എന്നുവെച്ചാൽ സ്പെൻഡ് ഉള്ളി, അവിടെ എക്സ്പെൻഡിച്ചർ വരും. ഓൺലി ആൻ അഡീഷണൽ ഓഫ് 12% ആണ്. ഇവിടെ എന്താണ്, ഇൻക്രീസ് ബൈ 12%. നൗ by what percentage should she reduce the quantity of the petrol purchase? നമ്മുടെ തന്നെ പഠിപ്പിച്ച റൂളി അത് ഉപയോഗിക്കും. ദാറ്റ് ഈസ് ഇവിടെ 190% ആക്ക്, ഇവിടെ 112% ആക്ക്. ഇനി ചേഞ്ച് വരുന്ന എത്ര, 7 ബൈ എത്രയിൽ 119 into 100 and this will be simply 100/17. ഒരു 5.8 വരും. 5.8 എന്ന് പറയുമ്പോൾ നമുക്ക് 6 മാർക്ക് ചെയ്യാം. ഇനി നോക്ക്, the price of the sugar has increased by 18%. Person want to increase expenditure by 12% only. By what percentage should he decrease his consumption? നോക്ക്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. പ്രൈസ് 118 ആക്കി, എക്സ്പെൻഡിച്ചർ 112 ആക്കി. 118 112 തമ്മിൽ വ്യത്യാസം 6 ആണ്. ഇനി 6/118 ഇൻറ്റു 100, ദാറ്റ് ഈസ് 600/118. ഇത് നമുക്ക് ആൻസർ കിട്ടും. 600/118 ആണ് നമ്മൾ ആൻസർ വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ. That is 5.08 വരും. That is 5.1. Okay, now let's check.
That is price into consumption equal to expenditure. It is increased by, price is increased by 18%, that is 118, and expenditure is increased by 12%, 112. Now what the difference is, that is 6 by 118 into 100. So that will be here 1.5. അല്ലെങ്കിൽ സിംപ്ലി ഡയറക്റ്റ് ആയിട്ട് തന്നെ 600/118 എടുത്തോ. 600/118 എത്ര കിട്ടാം? ദാറ്റ് വിൽ ബി 5.08 കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് 5.1 is answer. The price of sugar has increased by 17%. A person want to increase expenditure by 5% only. What is approximate? What should be the decrease in his consumption? No, the price into consumption and expenditure. The price should be increased by 17%, 117%. In expenditure should be increased by 5% only, about 105%. The change in the or decrease how? Okay, change in the that will be just 12 by 117 into 100. Okay. Okay, അപ്പോൾ 9 or ഈ ഒരു ഓപ്ഷൻ വെട്ടിക്കളയാം. കാരണം നോക്ക്, ഇൻറ്റു 10 ആണെച്ചാൽ ദാറ്റ് വിൽ ബി 1170 വരും. അത് കഴിഞ്ഞിട്ട് 30 കൂടിയും ബാക്കിയുണ്ട്, റൈറ്റ്? ബാക്കി എത്രയാണ്? 30 ബാക്കിയുണ്ട്. ഇനി ഒരു 0 കൊണ്ട് 300 ആവും. 300-ൽ 2 തവണ പോകുള്ളൂ. അപ്പോൾ 10.3 ആണ് ആൻസർ. ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയതല്ലോ. നോക്ക് ഇൻറ്റു 10 ചെയ്യുമ്പോൾ 1170 വരുള്ളൂ. അപ്പോൾ 10 പോയിന്റ് സംതിങ് ആണ് വേണ്ടത്. ഈ ബാക്കി എത്ര വരും? ബാക്കി 1200 30 ബാക്കി വരുന്നത്, റൈറ്റ്? ഒരു 0 കൂടി കൊടുക്കുക. ഇനി എത്രയാവും? 10 പോയിന്റ്. ബാക്കി എത്ര? ലൈക്ക് 117 എത്ര വട്ടം പോകും? ഇനി 117 ജസ്റ്റ് പോകുന്നത് 117 3 വട്ടമാണ്. ഇതിൽ 117 എത്ര വട്ടം പോകും? ഡിവൈഡ് ബൈ 117 2 തവണ പോകുള്ളൂ. 2 പോയിന്റ് സംതിങ് വരും. 3 ആയിട്ടുണ്ടെങ്കിൽ അത് 300 ക്രോസ് ചെയ്യും. അപ്പോൾ 2 പോയിന്റ് സംതിങ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.3. ഓപ്ഷൻ അത് മാത്രമല്ലോ. ഓക്കെ, വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ് ബൈ 123. ഓക്കെ, ഇവിടെ എത്ര? 123%. Okay, and its consumption, and a family reduces consumption in such a way that the expenditure has only 5% more. ഇത് പ്രൈസ് ഇൻറ്റു കൺസെപ്ഷൻ. ഇത് ഇനി എക്സ്പെൻഡിച്ചർ എത്ര? ദാറ്റ് ഇസ് ഓൺലി 5% പോകും. ദാറ്റ് ഇസ് 105. ഇനി നമ്മൾ ഡിഫറൻസ് എത്ര വരുന്നത്? ദാറ്റ് ഈസ് ജസ്റ്റ് 18%. ഓക്കെ, ഇനി കണ്ടുപിടിക്കാനായിട്ട് 18/123/100. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് ഇത് ഡിവൈഡ് ചെയ്യും എന്ന് വെച്ചാൽ 1230/123 പ്ലസ് ബാക്കി എത്ര? 70, 520/123. അപ്പോൾ എന്തായാലും ഉറപ്പായില്ലേ? ദാറ്റ് ഈസ് ഇവിടെ 10 വരും, പ്ലസ് ഇവിടെ എന്തായാലും 5 വരില്ല. അപ്പോൾ ഡി അല്ല, ബി അല്ല, 4 വരാൻ സാധ്യതയുള്ളൂ. 492 വരെ വരും. അപ്പോൾ ബാക്കിയുള്ളത് 72. ബാക്കിയുള്ളത് എത്ര? 72, റൈറ്റ്? 72/123 ഒക്കെ വിട്ടിക്കളാം. ഇതാണ് ബാക്കിയുള്ള. അപ്പോൾ 14 വന്നു. ഓക്കെ, 0 ഇട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ, അപ്പോൾ ഉറപ്പായി 2 അല്ല. ഓക്കെ, ദാറ്റ് വിൽ 114.6 ആണ് ആൻസർ. ഓക്കെ, when the price of the rice is increased by 25%, price, okay, 125, and expenditure by 15, അപ്പോൾ 115. അപ്പോൾ 125 115 10 വ്യത്യാസം by 125 into 100. 1125 എത്ര വട്ടം പോകും? that will be 8 times. ഓക്കെ, ഇതാണ് ആൻസർ. Okay, when the price of an item was reduced by 20%, price എത്ര? reduced by 20%. reduce ആയി 100 minus 20 ആണ്. 80% എഴുതണം. ഓക്കെ, 120 എഴുതരുത്. റെഡ്യൂസ് ആണ്. ഇൻക്രീസ് ആണെങ്കിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. reduce is a decrease, and its sale is increased by X%. If there is an increase of 25% in receipt of the revenue, then find the value of X. Okay, price into sale ആണ് equal to revenue വരുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് പ്രൈസ് ഇൻക്രീസ് ബൈ ഡിക്രീസ് ബൈ 20%, ആൻഡ് ദ സെയിൽ ഇൻക്രീസ് ബൈ X%, ആൻഡ് ദ റവന്യൂ ഇൻക്രീസ് ബൈ 25%. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 80% ആക്കുക, ഇവിടെ 125% ആക്കുക. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 45 ആയിരിക്കും. ഇനി ബൈ 80 എന്നിടാ, ഇൻറ്റു 100 എന്നിടാ, ഇത് വെട്ടിക്കള, ദാറ്റ് വിൽ ബി 5. ദിസ് വെട്ടിക്കള, ഇവിടെ 4 ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 11 പോയിന്റ് സംതിങ് വരും. 11 പോയിന്റ് സംതിങ് 1 into 5 എന്ന് 55 ആൻസർ വരുള്ളൂ. ദാറ്റ് ഈസ് 55.3. അല്ലല്ല, തെറ്റാ, നോക്കി നോക്കട്ടെ. കാരണം ഇവിടെ വരാൻ പോകുന്നത് 11.25 വരും. 11.25 into 5 ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ കാണാമല്ലോ. ദാറ്റ് ഈസ് 0.11 into 5 55 വരും. ഇനി 0.25 into 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 1.25 എന്നും കൂടി വരും. ദാറ്റ് ഈസ് 56.25. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, ഒന്ന് ചെക്കിങ് കൂടി വേണം, ചാടി ഇതാക്കരുത് ഗായ്സ്. ഇനി ഫ്രാക്ഷനെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും റേഷ്യോ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഫ്രാക്ഷൻ വന്നു 33.33, ദാറ്റ് ഈസ് 1/3. ഒന്ന് റേഷ്യോ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി ഗായ്സ് ഒരു സർക്കംസ്റ്റൻസിൽ
11/1/9% ഇൻക്രീസ് ചെയ്യുന്ന വിചാരിക്കും. ലെങ്ത് ഇൻക്രീസ് ചെയ്ത് വിചാരിക്കും. ബ്രെഡ്ത്ത് എത്ര ഇൻക്രീസ് ചെയ്യുന്ന നമുക്കറിയില്ല. ഏരിയ ഇൻക്രീസ് ചെയ്ത് 16/2/3. ഓക്കെ, പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും. ബ്രെഡ്ത്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും പറഞ്ഞുതരാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ നമ്മൾ ലെങ്ത് ഇൻക്രീസ് ആക്കി ബ്രെഡ്ത്ത് ഇൻക്രീസ് ആക്കി അവിടെ 2 മിനിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തേ. പക്ഷേ ഇതുപോലത്തെ സിറ്റുവേഷൻ വന്ന് എന്ത് ചെയ്യും എന്നാൽ അതുപോലെ അങ്ങനെ സിറ്റുവേഷനിൽ ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ ഇവിടെ ഏരിയ ഇതായി അപ്പോൾ എന്ത് ചെയ്യും കാണിച്ചു തരാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കും നമ്മൾ. ഓക്കെ, 11/1/9 എത്ര? ദിസ് ഇസ് സിംപ്ലി 1/9 റൈറ്റ്. അപ്പോൾ 9 എന്നുള്ളൊരു സാധനം ഇൻക്രീസ് ആയി 10 ആയി. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻ. ഇനി 16/2/3 1/3യുടെ ഹാഫ് 1/6. 33.33% ഹാഫാണ് 16. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1/6 ആയി മാറും. നോക്ക് ഇവിടെ ഇൻക്രീസ് ആണ്. അത് 6 എന്നുള്ള സംഭവം 7 ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയും. ഇനി ബ്രെഡ്ത്ത് ഇതാക്കാനായിട്ട് വേറെ പെൻ ചെയ്യണം. എന്താണോ താഴെ തന്നിരിക്കുന്ന വാല്യൂ അത് തന്നെ മേലെ എടുത്ത് എഴുത്. അത് കഴിഞ്ഞിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് 6 × 10 ഇവിടെ നിന്നാണ് 7 എടുക്കുക. ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് 7 × 9. ഇനി നോക്ക് വെട്ടിക്കള. 3 6 9. ഇനി എന്തൊക്കെ വന്നു? ബ്രെഡ്ത്ത് എന്തൊക്കെ വന്നു? ബ്രെഡ്ത്ത് 20 വന്നു ആൻഡ് 21 വന്നു. അപ്പോൾ എത്ര? ദാറ്റ് ഈസ് 1/20. ഓക്കെ, എത്രയെന്ന് വെച്ചാൽ into 100. That is 5% guys. ഓക്കെ, നമുക്ക് വീണ്ടും ചെയ്യാം. സപ്പോസ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു 16 2/3 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ബ്രെഡ്ത്ത് എത്ര ഇൻക്രീസ് അത് കണ്ടുപിടിക്കണം. ഇനി ഏരിയയുടെ ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 11/1/9 ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നമുക്ക് 16 2/3 എത്ര എന്നറിയാലോ നമുക്ക്, റൈറ്റ്? 1/6 ആണ്. 6 എന്ന് പറഞ്ഞ വാല്യൂ 7 പോകുന്നു. ബ്രെഡ്ത്ത് എത്ര ഇൻക്രീസ് നമുക്കറിയില്ല. ഇനി ഏരിയ. ഓക്കെ, ഏരിയ ദാറ്റ് ഈസ് ഇവിടെ 1/9 വരും. 9 എന്ന് പറഞ്ഞൊരു വാല്യൂ 10 പോകുന്നു. 11.11% എത്ര കഴിച്ചു? 1/9 അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? താഴത്തെ വാല്യൂ നോക്കൂ. താഴത്തെ ഈ ഒരു വാല്യൂ ഇല്ലേ, ഈ ഒരു വാല്യൂ അതേപോലെ ഇതേപോലെ ക്രോസ് ചെയ്യാം. ദാറ്റ് ഈസ് 9 കാണുന്നില്ലല്ലേ, 9 × 7. ഇവിടെ എന്താ വരാം? 10 × 6. ഓക്കെ, 3 6 9 3 6 2. ഓക്കെ, എത്ര വന്ന്? 21/20 വന്നു. ഓക്കെ, ദാറ്റ് അപ്പോൾ എത്ര റേഷ്യോ? 1/21 × 100. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു 4.76% വരും. വേറെ എക്സാമ്പിൾ കാണിച്ചാൽ. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ. സപ്പോസ് സ്പീഡ് ഉണ്ട്, ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാലോ ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതല്ലേ ഡിസ്റ്റൻസ്. ഓക്കെ, സപ്പോസ് സ്പീഡ് ഇൻക്രീസ് ആക്കി. ദാറ്റ് ഈസ് 14 2/7. 14 2/7 എന്ന് പറയുമ്പോൾ എന്താ? 14.28 എന്തിൻ്റെ മൾട്ടിപ്ലൈ ഗൈസ്? 1/7 അല്ലേ? ഇനി ടൈം എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫൈനലായിട്ട് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് 9 1/11% ഇൻക്രീസ്. 9.09 എന്തിൻ്റെ ഗൈസ്? സോ ചെയ്യാം, തുടങ്ങാം. ദാറ്റ് ഈസ് 7 എന്ന് പറഞ്ഞൊരു വാല്യൂ 8 പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ 11 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇറ്റ് ഈസ് ഗോയിങ് ടു 12. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് 11 × ഇവിടുത്തെ 8 എടുത്ത് എഴുതാം. ഓക്കെ, × 8. അതേപോലെ തന്നെ ഇവിടെ 12 × ഇവിടുത്തെ 7 എടുത്ത് എഴുതാം. ഓക്കെ, 4 8 12. ഓക്കെ, വരാൻ പോകുന്നത് 22. ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 22/21. ഓക്കെ, ഇനി ചേഞ്ച് എന്ന് പറയുമ്പോൾ 1/22 × 100%. 4.54% വരും. ഗൈസ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ദ ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഇൻക്രീസ് ബൈ, നോക്കി ഏരിയ ഈസ് ഇൻക്രീസ് ബൈ 69%. ദെൻ ദ റേഡിയസ് വിൽ ഇൻക്രീസ് ബൈ, നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് πr². ഇനി r² ആണ് ഇൻക്രീസ് ചെയ്യുന്നത് ഗൈസ്. അല്ല, എ ഇൻക്രീസ് ചെയ്യും, ആർ എത്ര ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. റൈറ്റ്, ആർ എത്ര മാറിയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര? 100 എന്നുള്ളൊരു വാല്യൂ 169 പറയും. ഇനി ആർ എത്ര മാറുമെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ അല്ലേ? റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആർ എത്ര മാറിയെന്ന് കിട്ടും. അപ്പോൾ എത്ര? 10:13 മാറും. അവിടെ ചേഞ്ച് എത്ര? 3/10 × 100. ദാറ്റ് ഈസ് 30% ഗൈസ്. ഇതാണ് ആൻസർ. Okay, if the surface area of a sphere is increased by 44%, then what is approximate percentage does the radius increase? നോക്ക്,
that is area, surface area of a sphere, that is 4 pi r square. അപ്പോൾ ഇവിടെ കിട്ടി സർഫസ് ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ആറും ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ കിട്ടുന്ന ഗൈസ്. ഇവിടെ 44% ഇൻക്രീസ് ആയിരിക്കുന്നു. സിമ്പിൾ അല്ലേ? 100 എന്ന് പറഞ്ഞൊരു വാല്യൂ 144ക്ക് പോകാം. ഇനി ആർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് റൂട്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് 10 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ 12ലേക്ക് കിട്ടും. ചേഞ്ച് എത്ര? 2/10 ഇൻറ്റു 100, ദാറ്റ് ഈസ് 20% ഗൈസ്. 20% ഇസ് ദ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ is increased by 32.25%. And find the increase in each side. നോക്ക് ഗൈസ്, സ്ക്വയറിൻ്റെ ഏരിയ എന്താ? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സ്ക്വയർ. എ ഇൻറ്റു എ അല്ലേ? അപ്പോൾ ഞാൻ സക്സസീവ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും 132.25 അതിൻ്റെ ഒരു റൂട്ടൊന്നും ഇല്ല. അപ്പം അങ്ങനെ ചെയ്തൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് സക്സസീവ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ദാറ്റ് ഏരിയ വിൽ ബി ഈക്വൽ ടു എ പെർസെൻറ്റേജ് എയും ബിയും സെയിം ആയതുകൊണ്ട് എ സ്ക്വയർ ബൈ 100. ഓക്കെ, ഇനി നോക്ക് ഇവിടെ ഏരിയ എന്താ തന്നേക്കുന്നത്? 32.25. ഇതെന്തായാലും ഫ്രാക്ഷനിലല്ല ഗൈസ് വരുള്ളൂ. എന്തായാലും ഫ്രാക്ഷനിലേ വരുള്ളൂ. എന്തായാലും ഫ്രാക്ഷനിലല്ലേ വരുള്ളൂ. എന്തായാലും ഫ്രാക്ഷനിലാണത് വരുള്ളൂ. നമുക്ക് 30 വെച്ചാലും ട്രൈ ചെയ്യാം. 30 കിട്ടുന്ന സെയിം നമ്പർ എന്താ? 15 + 15. 30 വെച്ച് ട്രൈ ചെയ്യുമ്പോൾ 15 + 15 + 15 ഇൻറ്റു 15/100 ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 225 വരും, 2.25 വരും, ഇവിടെ 30 വരും. അത് തന്നെ 15 ആൻസർ. ഇനി നോക്ക്, ഇഫ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഇസ് ഡിക്രീസ് ബൈ, അപ്പോൾ 100 എന്നുള്ള വാല്യൂ കുറച്ച് 19 ഇറക്കി, അപ്പോൾ 81 വരും. ഇനിയിപ്പോൾ എളുപ്പമില്ല, രണ്ട് സൈഡിൽ റൂട്ട് ചെയ്യും. അപ്പോൾ എത്ര 10ഉം 9ഉം വരും. അപ്പോൾ ചേഞ്ച് എത്ര? 1/10 ഇൻറ്റു 100. അവിടെ എന്താ? 10%. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ദ ലെങ്ത് ഓഫ് എ ക്യൂബോയിഡ് ഇസ് ഇൻക്രീസ് ബൈ 20%. നമുക്ക് ലെങ്ത് 20% ഇൻക്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രെഡ്ത്ത് ഇസ് ഓൾസോ ഇൻക്രീസ് ബൈ 30%. ഹൈറ്റ് ഇസ് ഓൾസോ ഡിക്രീസ് ബൈ 50%. ഫൈൻഡ് ദ എഫക്റ്റ് ഇൻ വോളിയം. നോക്ക്, ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര? 1/5. ഈ ബ്രെഡ്ത്ത് എത്ര? ദാറ്റ് ഈസ് 3/10, റൈറ്റ്? ഓക്കെ, ഇനി ദിസ് ഇസ് ഹൈറ്റ് ഇസ് ഡിക്രീസ് ബൈ 1/2. ഫസ്റ്റ് ഓഫ് ഓൾ നോക്ക്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 എഴുതി. ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, ദാറ്റ് ഈസ് 5 എന്ന് പറഞ്ഞൊരു വാല്യൂ 6 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്യുക. 10 എന്ന് പറഞ്ഞൊരു വാല്യൂ 13 ആക്കി എഴുതി. ഇനി ഹൈറ്റ് ഡിക്രീസ് ചെയ്യാൻ പോവാം, ദാറ്റ് ഈസ് 2 എന്ന് പറഞ്ഞൊരു വാല്യൂ 1 ആക്കി മാറ്റി. ഇനി വോള്യൂം എന്താ? L × B × H അല്ലേ? ക്യൂബോയിഡ് അല്ലേ? L × B × H നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നോക്ക്, 10 10 100. ഓക്കെ, ഇവിടെ വരാൻ പോകുന്നു 13 × 6, ദാറ്റ് വിൽ ബി 78. ഇനി എത്ര ചേഞ്ച് വരുന്നുണ്ട് നോക്ക്? ചേഞ്ച് 22/100 ഇൻറ്റു 100. അപ്പോൾ എത്ര ശതമാനമാണ് ഗൈസ്? 22%. പ്ലസ് അല്ലേ? യെസ്. അപ്പോൾ ഇൻക്രീസ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. If the length and breadth of a cuboid are increased by 7% and 6% respectively, then the percentage increase in the volume is. നോക്കുക, എളുപ്പമല്ലേ? 13 7% പ്ലസ് 6% പ്ലസ് ഹൈറ്റ് തന്നിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? 2 വാല്യൂ തന്നിട്ടുള്ളൂ. മാറ്റി വോളിയത്തിൽ മാറ്റം വരുന്നത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. രണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. That will be 13% plus 0.42%. That is 13.42. B is the right answer. If the height of the cylinder is decreased by 10% and its radius is increased by 10%, change in volume. Volume എന്താണ് സിലിണ്ടറിന്റെ? പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? റൈറ്റ്? ഇതല്ലേ വോളിയം. നോക്ക്, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നോക്ക്, പൈ ഇൻറ്റു ആർ ഇൻറ്റു എച്ച്. ഓക്കെ, ഈക്വൽ ടു വോളിയം. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ഇൻറ്റു എച്ച്. സോ നമുക്ക് എഴുതാം ആർ ഇൻറ്റു എച്ച്. ഓക്കെ, ഇനി വോളിയത്തിന് ചേഞ്ച്. ഇനി ആർ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ആർ ഇൻക്രീസ് ബൈ 10%. ഇവിടെ 1/10, ദാറ്റ് ഈസ് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ 11 മാറി. അതുപോലെ റേഡിയസ് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ 11 മാറി. പിന്നെ ഹൈറ്റ് വരുമ്പോഴോ, ഹൈറ്റ് ഇസ് ഡിക്രീസ് ബൈ 10, ദാറ്റ് ഈസ് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ 9 മാറി. ഓക്കെ, ഫസ്റ്റ് ഓക്കെ, ദാറ്റ് വിൽ ബി 1000 and here it will be 1089. അപ്പോൾ എത്രയാണ് ചേഞ്ച്? എത്രയാണ്? 89/1000 into 100, that is 8.9%. Increase by 8.9%. Option B is the right answer. No guys, price of a pulse increased by 25%. A person initially purchased 60 kg. How much kg of pulse can he purchase now in the same amount? Amount എന്താണ് guys? Amount equal to price into quantity. ഓക്കെ, എനിക്ക് എമൗണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം. എമൗണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചേ പറ്റൂ. ഇനി നോക്കുക ഗൈസ്, എമൗണ്ട് കോൺസ്റ്റന്റ് ആയി വെച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ നോക്ക്, പ്രൈസ് ക്വാണ്ടിറ്റി. നോക്ക്,
25% ഇൻക്രീസ്, 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ, പ്രൈസ് 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 5 പോകുന്നു. അപ്പോൾ എനിക്ക് എമൗണ്ട് കോൺസ്റ്റന്റ് ആയി വെക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ 5 ഇവിടെ എഴുത്, ഈ 4 ഇവിടെ എഴുത്. ഇപ്പം നോക്ക് 5, 4. അപ്പോൾ എമൗണ്ട് കോൺസ്റ്റന്റ് അല്ലേ? 20, 20. സെറ്റ് അല്ലേ? അപ്പോൾ എമൗണ്ട് കോൺസ്റ്റന്റ് ആയില്ലേ? സെറ്റ്. ഇനി നോക്ക്, ഇനി പറഞ്ഞിരിക്കുന്നത് ദ ഇനീഷ്യൽ ക്വാണ്ടിറ്റി, ദ പേഴ്സൺ പർച്ചേസ് ഇനീഷ്യൽ ക്വാണ്ടിറ്റി 60 kg. 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 60 kg. എത്ര? 5 യൂണിറ്റ് ഈക്വൽ ടു 60 kg. 60. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഗൈസ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12. ഇനി 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 4 × 12 48. അപ്പോൾ ഇപ്പം എത്ര വാങ്ങുമെന്ന് വെച്ചാൽ 48 കിലോഗ്രാം അയാൾ വാങ്ങിക്കും. ഇനി അടുത്ത ദിവസം നോക്ക്, എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ പ്രൈസ് ഓഫ് ദ ഷുഗർ എനേബിൾസ് എ പേഴ്സൺ ടു ബൈ 5 kg മോർ ഫോർ ₹200. നോക്ക്, നമുക്കറിയാം പ്രൈസ് നേരത്തെ കണ്ടു, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയുടെ എമൗണ്ട്. നോക്ക്, എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ പ്രൈസ്, പ്രൈസിൽ 20% കുറച്ചു. 20% എന്ന് പറയുമ്പോൾ 1/5 ആണ്. അപ്പോൾ ഓൾഡ് എടുത്തു, ന്യൂ എടുത്തു. ഓക്കെ, പ്രൈസിൻ്റെ കേസിൽ എന്താണ്? 5 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 4 മാറി. 5 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 4 മാറി. ഇനി ക്വാണ്ടിറ്റി എന്തായാലും ഞാൻ പറഞ്ഞു അതിൻ്റെ റിവേഴ്സ് ചെയ്താൽ എന്നാലും മാത്രമാണ് എമൗണ്ട് കോൺസ്റ്റന്റ് ആവുള്ളൂ. ഓക്കെ, നോക്ക്, ഇവിടെ എനിക്ക് ഇതുകൊണ്ട് വെച്ച ഒരു ഇതുമില്ല, അല്ല 200 രൂപ വെച്ച ഒരു ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ 4 5 ആയി. ഓക്കെ, എന്നാൽ മാത്രമാണ് കോൺസ്റ്റന്റ് ആവുള്ളൂ. ഇനി നോക്കി, ഇവിടെ ഡിഫറൻസ് എത്ര ഗൈസ്? ഇവിടെ ഡിഫറൻസ് 1. ഈ 1 നമ്മുടെ ഈ 5 കിലോ എനേബിൾസ് എ പേഴ്സൺ ടു ബൈ 5 kg മോർ, 1 = 5 kg. അപ്പോൾ 4 എത്ര ആയിരിക്കും ഗൈസ്? ദാറ്റ് വിൽ ബി 20. 5 എത്ര ആയിരിക്കും ഗൈസ്? ദാറ്റ് വിൽ ബി 25. ഇനി നോക്ക്, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഒറിജിനൽ പ്രൈസ്? ഒറിജിനൽ പ്രൈസ് എന്ന് വെച്ചാൽ നമുക്കറിയാം 200 രൂപയ്ക്കാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങി. 200 രൂപ. ഈ 200 രൂപ ആദ്യം ഇപ്പോഴും കോൺസ്റ്റന്റ് തന്നെ. അപ്പോൾ എത്ര പ്രൈസ്? അപ്പോൾ എത്ര കണ്ടുപിടിക്കാൻ ചെയ്യും? 200/20 ദാറ്റ് ഈസ് 10. 10 ആൻസർ. ബി ഈസ് റൈറ്റ് ആൻസർ. ഇനി പുതിയ റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇത് ഓൾഡ് റേറ്റ്. ന്യൂ റേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 200 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? ഇവിടെ 25 അല്ലേ? ഡിവൈഡ് ബൈ 25 ദാറ്റ് വിൽ ബി 8. A 25% decrease in the cost of the floor enables a customer to purchase an additional 3 kg for 360. What was the initial price per kg of the floor? നമുക്ക് 25% ഡിക്രീസ് അല്ലേ? ഈ 25% എന്ന് പറയുമ്പോൾ 1/4 അല്ലേ ഡിക്രീസ് ആയത്? നമുക്കറിയാം പ്രൈസ് ഇൻറ്റു കൺസെപ്ഷൻ ആണ് നമ്മുടെ എമൗണ്ട് എന്ന്. ഇനി ഇവിടെ പ്രൈസ്, ഓൾഡ് പ്രൈസ്, ന്യൂ എടുക്കാം. ഇനി പ്രൈസ് എത്ര കുറഞ്ഞേക്കുന്നത്? 25%. 4 എന്ന് പറഞ്ഞൊരു വാല്യൂ 3 മാറി. അപ്പോൾ കൺസെപ്ഷനുള്ള മാറ്റമോ? 3 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 4 മാറി. ഓക്കെ, ഇനി ഇവിടെ ഡിഫറൻസ് നോക്ക്, ദാറ്റ് എനേബിൾസ് എ കൺസ്യൂമർ ടു പർച്ചേസ് ആൻ അഡീഷണൽ ഓഫ് 3 kg. അപ്പോൾ എത്രയാണ് അഡീഷണൽ? 1 kg ആണ് ഒരു എക്സസ് ആയിട്ടുള്ള വരുന്നത്. 1 യൂണിറ്റ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ 3 യൂണിറ്റോ? ദാറ്റ് ഈസ് 9. അപ്പോൾ 4 യൂണിറ്റോ? ദാറ്റ് ഈസ് 12. ഇന്ന് കണ്ടുപിടിക്കേണ്ട വാട്ട് വാസ് ദ ഇനീഷ്യൽ പ്രൈസ് പെർ kg. ഇനീഷ്യൽ പ്രൈസ് പെർ kg കണ്ടുപിടിക്കാൻ ഈ 360 ഈ 360 വെറും ഈ ഇനീഷ്യൽ ആയിട്ടുള്ള പ്രൈസ്, ഇനീഷ്യൽ. ഓക്കെ, ഈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇനീഷ്യൽ കിട്ടും. ദാറ്റ് ഈസ് 40. 40 ആൻസർ. ഓക്കെ, ഇനി ന്യൂ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് സിംപിളി 360 ഈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 30. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ദ പ്രൈസ് ഓഫ് റെഡ്മി നോട്ട് 9 Pro Max ഡിക്രീസ് ബൈ 10%. പ്രൈസ് ഇവിടെ ഓൾഡ് എഴുതാം, ഇവിടെ ന്യൂ എഴുതാം. പ്രൈസിൻ്റെ കേസിൽ 10% കുറഞ്ഞു. 10 എന്ന് പറഞ്ഞൊരു വാല്യൂ 9 ആയി. ഇനി വീണ്ടും കുറഞ്ഞു. ഇത് മറ്റേ ടൈപ്പ് പൊസിഷനിലാണല്ലോ. 10 അപ്പോൾ എത്ര? 100/81. ഇനി എന്താണ് ഇവിടെ? ഫൈൻ ദ ടോട്ടൽ ഡിക്രിമെന്റ് ടോട്ടൽ പ്രൈസ്. ദാറ്റ് വിൽ ബി 19%. 19% ആൻസർ. അപ്പോൾ വ്യത്യാസം എത്ര? 19. 19/100 × 100 19%. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാം. 10 -10 -10 -10 × 10 മൈനസ് പ്ലസ് ഔട്ടാ. 10 × 10 ഓക്കെ വെട്ടിക്കളാ. -20 +1 -90. ഓക്കെ, ഈ മെത്തേഡാണ് എളുപ്പം. റേഷ്യോ മെത്തേഡ് എന്താണ്? ഫ്രാക്ഷൻസ് വന്നാൽ കൂടുതൽ ഈ സ്ഥലത്ത് പ്രിഫർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം സ്ഥലത്തും ഈ സക്സസീവ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നോക്ക്, ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 1500. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്?
ഇഫ് ദ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസ് ബൈ 15% ഇൻ ദ ഫസ്റ്റ് ഇയർ, 15% എന്ന് പറയുമ്പോൾ എന്താ, I can write it as 115 in the first year, 15% increase. And 25% in the second year, I can write as 125 by 100. കാരണം ഒരു സീറോ ഉള്ള കാര്യം എഴുതി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറയാൻ പറ്റും, പറഞ്ഞുതരാം. ദാറ്റ് ഇസ് 1 + 1/4 എന്ന് എഴുതാം, ദാറ്റ് ഇസ് 5/4 എന്ന് എഴുതാം. സീറോ വെട്ടിക്കളയാനായിട്ട് 0 രണ്ടെണ്ണം വെട്ടിക്കളഞ്ഞു, ഇനി പിന്നെ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ 5/4 തന്നെ എഴുതാം, 5/4 എന്ന് എഴുതി. And due to pollution, it decreased by 6%. അത് നമുക്ക് സിമ്പിളായിട്ട് 94/100 എഴുതിയാൽ മതി. Now what will be the population after 3 years? So 0 വെട്ടിക്കള, 0 എല്ലാം കളഞ്ഞു. ഇനി 5 10 15, 5 10 2, റൈറ്റ്. ഇവിടെ നമുക്ക് 2 4 6 8 7. അപ്പോൾ ആൻസർ 206.75 ഇത് ആൻസർ കിട്ടും. അപ്പോൾ അപ്രോക്സിമേറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. ഓക്കെ.